ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മോഡ്സ് ഓഫ് ചാർജിങ് സെക്യൂരിറ്റീസ് ആണ്. എന്തൊക്കെയാണ് സെക്യൂരിറ്റീസ് ആയിട്ട് നമ്മൾ വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ മോഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. Securities for a loan. The loan amount made available to the borrower is usually based on the value of the collateral. അപ്പം ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ സെക്യൂരിറ്റി ആക്കി വെക്കുന്നത് അതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലോൺ എമൗണ്ട് കൊടുക്കുക. ബാങ്ക് അക്സെപ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊളാട്രൽ ഫോർ എ ലോൺ. ഒരു ലോണിന് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് നമുക്ക് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് ലീൻ. Lien means the right of one person to retain the goods of another until some debt or claim of the person in possession is paid. അപ്പം എന്താ പറയുന്നത്, ഒരു റൈറ്റ് ഓഫ് വൺ പേഴ്സൺ, ഒരാളുടെ അവകാശമാണ് റീറ്റെയിൻ ദ ഗുഡ്സ്. എപ്പോഴാണോ അയാളുടെ ഡെപ്റ്റ് കടം അടച്ചു വീട്ടുന്നത് അതുവരെ അയാൾ എന്താണോ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത് ആ സെക്യൂരിറ്റി കൈവശം വെക്കാനുള്ള അവകാശമാണ്, ഒരാളുടെ അവകാശത്തിനെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുക. ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അവകാശമാണ് ആ സെക്യൂരിറ്റി കൈവശം വെക്കാനുള്ള അവകാശം. എപ്പം കട അടച്ചു വീട്ടുന്നതോ ആ കട അടച്ചു വീട്ടുന്നത് വരെ ഗുഡ്സ് എന്താണോ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത് അത് കൈവശം വെക്കാനുള്ള അധികാരം. ലീൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺ ഗുഡ്സ് ആൻഡ് ഓൾസോ ഓൺ സെക്യൂരിറ്റീസ് ലൈക്ക് ബിൽസ്, ചെക്ക്, പ്രോമിസറി നോട്ട്, ഷെയർ സർട്ടിഫിക്കറ്റ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. അപ്പോൾ ഗുഡ്സിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ലീൻ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ്, ബില്ല്, ചെക്ക്, പ്രോമിസറി നോട്ടൊക്കെ വെച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ലീൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ലീൻ ഈസ് എ പൊസസറി റൈറ്റ്. ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊസസറി റൈറ്റ് ആണ്, കൈവശം വെക്കാനുള്ള അവകാശം അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഓണർഷിപ്പ് റൈറ്റ്. ഇത് എന്ത് ചെയ്യുന്നില്ല, പക്ഷേ ഓണർഷിപ്പ് റൈറ്റ് കൊടുക്കുന്നില്ല, ഓണർ ആവുന്നില്ല, ഉടമസ്ഥാവകാശം കിട്ടുന്നില്ല. പക്ഷെ എന്താണ്, കൈവശം വെക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ലീൻ. ലീൻ മേ ബി ടു ടൈപ്സ്. പർട്ടിക്കുലർ ലീനും ഉണ്ട്, ജനറൽ ലീനും ഉണ്ട്. ടു ടൈപ്സ്. അപ്പം ഏതൊക്കെയാണതെന്ന് നോക്കാം. പർട്ടിക്കുലർ ലീൻ. സെക്ഷൻ 170 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അതിലാണ് പർട്ടിക്കുലർ ലീനിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 170 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് വൺ പേഴ്സൺ ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് ഓൺ വിച്ച് ദ ചാർജസ് ആർ ഡ്യൂ. എപ്പോഴാണോ കട അടച്ചു വീട്ടുന്നത് അതുവരെ ആ ഗുഡ്സിൻ്റെ പൊസിഷൻ കൈവശം വെക്കാനുള്ള അധികാരത്തെയാണ് പർട്ടിക്കുലർ ലീൻ എന്ന് പറയുന്നത്. ഇൻ സച്ച് കേസ് ഗുഡ്സ് ആർ റീറ്റെയിൻഡ് ഫോർ എ പർട്ടിക്കുലർ ഡെപ്റ്റ് ഓൺലി. ഒരു കടത്തിന് വേണ്ടി മാത്രം, പർട്ടിക്കുലർ ഡെപ്റ്റിന് വേണ്ടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഗുഡ്സ് കൈവശം വെക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഗുഡ്സ് ആർ റീറ്റെയിൻഡ് ഫോർ പർട്ടിക്കുലർ ഡെപ്റ്റ് ഓൺലി. ഒരു പർട്ടിക്കുലർ ഡെപ്റ്റിന് വേണ്ടി മാത്രം. Available only on those goods in respect of which the person has rendered some services involving time, labor, money. Other than bailey, finder of lost goods, pawnee, agent and unpaid seller can exercise the right of particular lien. ഈ പർട്ടിക്കുലർ ലീൻ ചെയ്യാനുള്ള അധികാരം ആർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, അതർ ദാൻ ബെയിലി അല്ലാത്ത ആൾക്ക്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, ആരാണോ ലോസ്റ്റ് ഗുഡ്സ് കണ്ടുപിടിക്കുന്ന ആൾ, പൗണി, ഏജൻറ്റ് ആൻഡ് അൺപെയ്ഡ് സെല്ലർ, അവർക്കൊക്കെ എന്ത് ചെയ്യാം, പർട്ടിക്കുലർ ലീൻ എക്സസൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഒരാൾക്ക് ഒരു ഗുഡ്സ് കൈവശം വെക്കാനുള്ള അവകാശമാണ്, ഒരു പർട്ടിക്കുലർ ഡെപ്റ്റിൻ്റെ മുകളിൽ ഗുഡ്സ് കൈവശം വെക്കാനുള്ള അവകാശത്തെയാണ് പർട്ടിക്കുലർ ലീൻ എന്ന് പറയുന്നത്. സെക്ഷൻ 170 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 170 ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്തത് ജനറൽ ലീൻ ആണ്. സെക്ഷൻ 171 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് ജനറൽ ലീൻ. സെക്ഷൻ 171 അല്ലേ. അപ്പോൾ ജനറൽ ലീൻ ഈസ് ദ റൈറ്റ് ഓഫ് ക്രെഡിറ്റർ ടു റീറ്റെയിൻ എനി പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ ഡെപ്റ്റർ അണ്ടിൽ ഓൾ ഡെപ്റ്റ്സ് ആർ റീപെയ്ഡ്. അദ്ദേഹത്തിന് എത്ര ഡെപ്റ്റ് ഉണ്ടോ, ആ ക്രെഡിറ്ററുമായിട്ട് എത്ര ഡെപ്റ്റ് ഉണ്ടോ ആ ഡെപ്റ്റ് മൊത്തം വീട്ടി കഴിയുന്നത് വരെ അവർക്ക് എന്ത് ചെയ്യാം, ആ പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്.
പർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡെപ്റ്റിന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു. പക്ഷെ എല്ലാ ഡെപ്റ്റും തീർക്കുന്നത് വരെ എന്ത് ചെയ്യാം, ഈ പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള അധികാരം ജനറൽ ലീൻ വഴി ആ ഒരു ക്രെഡിറ്റർക്ക് കിട്ടുന്നുണ്ട്. ജനറൽ ലീൻ ഈസ് അവൈലബിൾ ടു ബാങ്ക്സ്, ഫാക്ടേഴ്സ്, വാർഫിംഗേഴ്സ്, പോളിസി ബ്രോക്കേഴ്സ്, അറ്റോർണി. അപ്പം ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് കൊടുക്കും, ഫാക്ടേഴ്സിന്, ചുങ്കക്കാർ, അങ്ങനെയുള്ള പോളിസി ബ്രോക്കേഴ്സ്, അറ്റോർണി, ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലീന് അവൈലബിൾ ആണ്. ലീൻ ഗീവ്സ് എ പേഴ്സൺ ഓൺലി എ റൈറ്റ് ടു റിട്ടൈൻ ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ്, നോട്ട് ദ പവർ ടു സെൽ ദം. ഇതിലെന്താ പറയുന്നത്, കൈവശം വെക്കാനുള്ള അധികാരമുണ്ട്, പക്ഷെ അത് എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, വിൽക്കാനുള്ള അധികാരം അവർക്കില്ല. പക്ഷെ ബാങ്കർക്ക് അതുണ്ട് കേട്ടോ. ദ ബാങ്കർ നോട്ട് ഓൺലി ഹാസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ പ്രോപ്പർട്ടി, കൈവശം വെക്കാനുള്ള അവകാശം മാത്രമല്ല, ബട്ട് ഓൾസോ ടു സെൽ ദം ഇൻ ദ കേസ് ഓഫ് ഡിഫോൾട്ട് ബൈ ദ കസ്റ്റമർ. കസ്റ്റമർ ഡിഫോൾട്ട് വരുത്തുകയാണ്, പേയ്മെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് സെല്ല് ചെയ്യാം. ബാങ്കർക്ക് മാത്രമുള്ള ഒരു അവകാശമാണത്. സോ എ ബാങ്കേഴ്സ് ലീൻ ഈസ് ജനറൽ ലീൻ ആൻഡ് ഈസ് ആൻഡ് ഇംപ്ലൈഡ് പ്ലഡ്ജ് ആയിട്ടും പറയുന്നുണ്ട്. അപ്പം ലീൻ എന്ന് പറഞ്ഞാൽ കൈവശം വെക്കാനുള്ള അവകാശം, പൊസഷനാണല്ലേ, അതിനെയാണ് നമുക്ക് ലീൻ എന്ന് പറയാം. ലീൻ തന്നെ രണ്ട് തരമുണ്ട്, പർട്ടിക്കുലർ ലീനും ഉണ്ട്, ജനറൽ ലീനും ഉണ്ട്. അടുത്തത് നെഗറ്റീവ് ലീൻ. നെഗറ്റീവ് ലീൻ ഈസ് ആൻ അണ്ടർടേക്കിംഗ് ഗിവൺ ബൈ ദ ബോറോവർ ടു ദ ബാങ്ക് stating that he will not create any charge over his properties or dispose the property without prior permission of the bank. അപ്പം ബോറോവർ ബാങ്കിന് കൊടുക്കുന്ന ഒരു അണ്ടർടേക്കിംഗ് ആണ് നെഗറ്റീവ് ലീൻ എന്ന് പറഞ്ഞാൽ. ബോറോവർ എന്ത് ചെയ്യുക, ബാങ്കിന് കൊടുക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യില്ല, ബാങ്കിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ചാർജും ഈ പ്രോപ്പർട്ടീൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അണ്ടർടേക്കിംഗ് ആണ് നെഗറ്റീവ് ലീൻ. മനസ്സിലായോ? പ്രോപ്പർട്ടീൻ്റെ മുകളിൽ ഒരു സെക്യൂരിറ്റി ആക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടീൻ്റെ മുകളിൽ ഒരു ചാർജും ക്രിയേറ്റ് ചെയ്യില്ല, മറ്റൊരു ചാർജും ക്രിയേറ്റ് ചെയ്യില്ല എന്ന് ബോറോവർ ബാങ്കിന് കൊടുക്കുന്ന ഒരു അണ്ടർടേക്കിങ്ങിനെയാണ് നെഗറ്റീവ് ലീൻ എന്ന് പറയാം. നോ ചാർജ് ഈസ് ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് ദ ബാങ്ക് ഇൻ കേസ് ഓഫ് നെഗറ്റീവ് ലീൻ. ഇറ്റ് ഹാസ് നോ ലീഗൽ വാലിഡിറ്റി ഓൺ ചാർജ് ഓൺ ദ സെക്യൂരിറ്റി സിൻസ് നോ ചാർജ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ഓൺ ദ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടീൻ്റെ മുകളിൽ ഇപ്പോൾ സെക്യൂരിറ്റി ആക്കി വെക്കുകയാണെങ്കിൽ അതിന് ഒരു ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. As such, a bank cannot exercise his lien over the securities of the borrower nor can enforce the charge through a court of law. അപ്പോൾ എന്ത് ചെയ്യുക, ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, As such, a bank cannot exercise his lien over the securities of the borrower nor can, ഈ ഒരു കോർട്ടിനോട് പറഞ്ഞിട്ട് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ഹൈപ്പോത്തിക്കേഷൻ ആണ്. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മൂവബിൾ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആക്കി വെക്കുകയാണ്. ലോണിൻ്റെ മുകളിൽ മൂവബിൾ പ്രോപ്പർട്ടിയാണ് സെക്യൂരിറ്റി ആക്കി വെക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയാം. ദ ചാർജ് ക്രിയേറ്റഡ് ഓൺ മൂവബിൾ പ്രോപ്പർട്ടി ഫോർ സെക്യൂറിംഗ് ലോൺ ഈസ് കോൾഡ് ഹൈപ്പോത്തിക്കേഷൻ. പൊസഷൻ ആസ് വെൽ ആസ് ഓണർഷിപ്പ് ഓഫ് ദ സെക്യൂരിറ്റി റിമെയിൻസ് വിത്ത് ദ ബോറോവർ. ബോറോവറിൻ്റെ കയ്യിലായിരിക്കും ഓണർഷിപ്പും പൊസഷനൊക്കെ ഉണ്ടാവുക, ഗുഡ്സ് ബോറോവറിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് എന്ത് വെക്കാം, ലോണിന് സെക്യൂരിറ്റി ആയിട്ട് ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ് വെക്കുന്നതെങ്കിൽ അതിനെ ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയാം. ഹൈപ്പോത്തിക്കേഷൻ ഈസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 2N ഓഫ് സർഫസി ആക്ട് 2002. സർഫസി ആക്ട് 2002 സെക്ഷൻ 2Nലാണ് ഈ ഹൈപ്പോത്തിക്കേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദ ഡോക്യുമെന്റ് പ്രൊവൈഡ്സ് covenant whereby the borrower agrees to give possession of the goods when called upon to do so by the creditor. Upon taking over the possession of goods, the charge is treated as pledge. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഈ ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഹൈപ്പോത്തിക്കേഷൻ എഗ്രിമെൻ്റ് പ്രകാരം ഒരു ഉടമ്പടി ക്രിയേറ്റ് ചെയ്യാണ്. ഈ എപ്പോഴാണോ ക്രെഡിറ്റർ ആവശ്യപ്പെടുന്നത് അപ്പം ബോറോവർ എന്ത് ചെയ്യും, ആ ഗുഡ്സിൻ്റെ പൊസഷൻ ആർക്ക് കൊടുക്കണം, ക്രെഡിറ്റർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെൻ്റ്, ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. ദ ചാർജ് ഈസ് ട്രീറ്റഡ് ആസ് പ്ലഡ്ജ്. അതിനെ പ്ലഡ്ജായിട്ട് പിന്നെ ട്രീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാറുടെ എക്സാമ്പിളാണ്, കാറ് മൂവ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ, അതിനെ നമുക്ക് ലോണിൻ്റെ സെക്യൂരിറ്റി ആക്കി വെക്കാം. അപ്പോൾ ലോൺ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാറ് ഓണർക്ക്
മറ്റേ ആൾക്ക് എടുത്തുകൊണ്ട് പോവാം. അടുത്തത് പ്ലഡ്ജ് എന്താന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ട്രീറ്റഡ് ആസ് പ്ലഡ്ജ് എന്ന് പറഞ്ഞു. പ്ലഡ്ജ് അല്ലെങ്കിൽ പൗണ്ട് എന്നൊക്കെ പറയാം. പ്ലഡ്ജ് എന്താന്ന് നോക്കാം. സെക്ഷൻ 172 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പ്ലഡ്ജ് ഈസ് ദ ബെയിൽമെന്റ് ഓഫ് മൂവബിൾ ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ്. Pledge is the bailment of movable goods as security for payment of debt. അപ്പോൾ എന്താ പറഞ്ഞാൽ മൂവബിൾ ഗുഡ്സ് സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ടുള്ള പണയമാണ്, പണയം വെക്കുന്നതാണ്. മൂവബിൾ ഗുഡ്സിനെ പണയം വെക്കുവാണ് സെക്യൂരിറ്റി ആയിട്ട്. പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് പണയം വെക്കുകയാണ് മൂവബിൾ ഗുഡ്സിനെ കേട്ടോ. പ്ലഡ്ജ് ഈസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബെയിൽമെൻറ്റ്. ഇതൊരു പണയമാണെന്നാണ് പറയുന്നത്. അതിൽ 2 വ്യക്തികളാണുള്ളത്. പൗണർ, അതായത് ബെയിലർ, പ്ലഡ്ജർ എന്നൊക്കെ മറ്റ് പേരുകളിൽ പറയും. പൗണർ, പ്ലഡ്ജർ, ബെയിലർ. അപ്പം ദ പേഴ്സൺ ഡെലിവറിങ് ഗുഡ്സ് ഓർ ഗോൾഡ് ഓർണമെൻറ്റ്സ്. ആരാണോ പണയം വെക്കുന്നത്, ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത്, ഡെലിവർ ചെയ്യുന്നത്, അദ്ദേഹത്തിന് നമുക്ക് പ്ലഡ്ജർ, പൗണർ, ബെയിലർ എന്നൊക്കെ പറയാം. ഇനി ദ പേഴ്സൺ ടു വൂം ഗുഡ്സ് ആർ ഡെലിവേർഡ്. ആർക്കാണോ കൊടുക്കുന്നത്, ഇപ്പോൾ ബാങ്കിനാണ് കൊടുക്കുന്നതെങ്കിൽ, ബാങ്കിലേക്കാണ് പണയം വെക്കുന്നതെങ്കിൽ ബാങ്കാണ് ഇവിടെ പൗണി, ബെയിലി, പ്ലഡ്ജി ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നത്. പ്ലഡ്ജി ടേക്ക് ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് അസെറ്റ് അണ്ടിൽ ദ പ്ലഡ്ജർ റീപേസ് ദ ഡെപ്റ്റ് എമൗണ്ട്. പ്ലഡ്ജർ എന്താ ചെയ്യുന്നത്? പ്ലഡ്ജർ റീപേ ചെയ്യുന്നത് വരെ ആ അസറ്റിൻ്റെ ആക്ച്വൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്ലഡ്ജിൻ്റെ കയ്യിലായിരിക്കും. ഇപ്പോൾ ബാങ്കിലാണ് വെക്കുന്നതെങ്കിൽ ബാങ്കിൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ പൊസിഷൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇൻ കേസ് ദർ ഈസ് ഡിഫോൾട്ട് ബൈ ദ ബോറോവർ ഡിഫോൾട്ട് വരുത്തുവാണെങ്കിൽ പ്ലഡ്ജി ഹാസ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ഇൻ ഹിസ് പൊസിഷൻ. അപ്പോൾ പ്ലഡ്ജിക്ക് എന്ത് ചെയ്യാം? ആ ഒരു സെല്ല് ചെയ്യാൻ, ആ പൊസിഷനിലുള്ള ഗുഡ്സ് സെല്ല് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ്സ് പ്രൊസീഡ്സ് ടു ദ എമൗണ്ട് ഡ്യൂ. ഇപ്പോൾ ഗോൾഡൊക്കെ ആണെങ്കിൽ ഗോൾഡ് പണയാക്കി വെച്ചു, എന്നിട്ട് പേയ്മെൻറ്റ് നടത്തുന്നില്ല, കറക്റ്റ് പേയ്മെൻറ്റ് അടയ്ക്കുന്നില്ലെങ്കിൽ അത് ബാങ്കിന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? വിൽക്കാം അല്ലേ, മറ്റാളുകൾക്ക് വിൽക്കാം. ഓക്കെ, അടുത്തത് അസൈൻമെൻ്റ് ആണ്. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു അസൈൻമെൻറ്റ് ഈസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 130. ഇവിടെ 172 ആയിരുന്നു. 130 ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ് അസൈൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഇതിലെന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എ ലീഗൽ റൈറ്റ് ഓഫ് എ പോളിസി ടു അനദർ പേഴ്സൺ. അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോളിസി, അതിൻ്റെ ആ ലീഗൽ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് മറ്റൊരു വ്യക്തിക്ക്. ഒരു പോളിസീൻ്റെ ലീഗൽ റൈറ്റ്, അവകാശം നിയമപരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് മറ്റൊരു വ്യക്തിക്ക്. അസൈൻമെൻറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ആൻ ആക്ഷനബിൾ ക്ലെയിം ആസ് എ സെക്യൂരിറ്റി ഫോർ ലോൺ. അപ്പം ട്രാൻസ്ഫർ ഓഫ് ആൻ ആക്ഷനബിൾ ക്ലെയിം ആസ് സെക്യൂരിറ്റി ഫോർ ഒരു ലോണിന് ക്ലെയിം, ഒരു ലോണിന് എന്ത് ചെയ്യാണ്? ഇപ്പോൾ LICയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടാനുള്ള, ഇങ്ങോട്ട് കിട്ടാനുള്ള റിസീവബിൾസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എന്താ സെക്യൂരിറ്റി ആക്കി വെക്കുന്നതിനെയാണ് എന്താ പറയുക? അസൈൻമെൻ്റ് എന്ന് പറയുക. അതിൻ്റെ ലീഗൽ റൈറ്റ് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എക്സാമ്പിൾ LIC, ബുക്ക് ഓഫ് ഡെപ്റ്റ്, റിസീവബിൾസ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്? ലീഗൽ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് മറ്റൊരു ആൾക്ക്. അപ്പം ഇതിൽ 2 വ്യക്തികളാണ് വരുന്നത്, അസൈനറും അസൈനി. അസൈനർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ട്രാൻസ്ഫേഴ്സ് ദ റൈറ്റ്. ആരാണോ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ഒരു അവകാശം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ആളെ അസൈനർ എന്നും, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹത്തെ അസൈനി എന്നും പറയാം. അസൈൻമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ ദ അസൈനർ ഓർ ഹിസ് ഏജൻറ്റ്. അസൈൻമെൻറ്റിൽ ആര് സൈൻ ചെയ്തിരിക്കണം? ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് അസൈനർ സൈൻ ചെയ്ത് കൊടുത്താലേ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ദ അസൈനർ. നോ പർട്ടിക്കുലർ ഫോം ഈസ് പ്രെസ്ക്രൈബ്ഡ് ഫോർ അസൈൻമെൻറ്റ്. ഇതിനൊരു പർട്ടിക്കുലർ ഫോം പറയുന്നില്ല അസൈൻമെൻറ്റിന് കേട്ടോ. അപ്പം അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ലീഗൽ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ക്ലെയിം വല്ലതും പോളിസീൻ്റെയൊക്കെ LIC പോളിസി, അതേപോലെ വേറെ എന്തെങ്കിലും ക്ലെയിമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അസൈൻമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം, കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ.